അപ്പോൾ ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റുമായിട്ട് വരാൻ കാരണം ഞങ്ങൾക്കോ പൈസ പോയി. അപ്പോൾ ഇനി മറ്റൊരാൾക്കും പൈസ പോവരുതേ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം പറയണം. ദയവ് ചെയ്തിട്ട് ഇയാൾ ദുബായിൽ നിന്നും ഒരുപാട് പേരുടെ പൈസ ബിസിനസ് ആവശ്യത്തിന്റെ പേരും പറഞ്ഞിട്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. 5.5 ലക്ഷത്തോളം ദിറംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറയാം. അപ്പോൾ അവർക്ക് സിസ്റ്റത്തിൽ അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി 4 കേസ് ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയാൻ കഴിയും, അങ്ങനെ അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനും കഴിയും. ഇയാളുടെ ശരിക്കും പേര് നസീബ് മോൻ എന്നാണ് പാസ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു വേറൊരു ന്യൂസിൽ കണ്ടു, ഖത്തറിൽ നിന്നുള്ള ഒരു പേപ്പർ കട്ടിങ്ങിലെ ന്യൂസിൽ കണ്ടു നസീബ് മോൻ എന്ന അനസ്, അതായത് അനസ് എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അവർ കൊടുത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പല പേരുകളിലായിട്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് ഈ വീഡിയോ തട്ടിക്കളയരുത്. ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണണം. മാക്സിമം നിങ്ങളുടെ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. ഈ ബാഡ് കമന്റ് അടിക്കുന്നവർക്ക് ആ ബാഡ് കമന്റ് അടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം അവർ അനുഭവിക്കട്ടോ, അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ അത്ര അതിനെ കണ്ടിട്ടുള്ളൂ. അത് അവർക്ക് ആ ടൈപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ആത്മസുഖം, ഒരു നിവൃത്തിയാണ്. അതുണ്ടായിക്കോട്ടെ, അത് അവർ അനുഭവിക്കട്ടെ. നമ്മൾ കുറെ ആളുകൾ പൈസ പോയിട്ട് ടെൻഷനായിട്ട് നമ്മുടെ വിഷമം ഇതിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ കമന്റ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ലൊരു സുഖം അവർക്ക് കിട്ടുകയാണെങ്കിൽ, മോശപ്പെട്ട രീതിയിൽ കമന്റ് അടിച്ചിട്ട് നല്ലൊരു സുഖം കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടിക്കോട്ടെ. അത് അവരും ദൈവവും തമ്മിലായിക്കോളും. ഞാൻ അതിൽ ഇടപെടില്ല. മോശം കമന്റ്, ഒരുപാട് മോശമായ രീതിയിൽ കമന്റ് അടിച്ചിരിക്കുന്നു, നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നിനക്ക് അങ്ങനെ തന്നെ വേണടാ, നിനക്ക് പൈസ പോണടാ, അതിൻ്റെ അകത്ത് പൈസ കൂടുതലാ, അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് എന്തോ കമന്റ് അടിച്ചിരിക്കുന്നു. ഓക്കെ, അതൊക്കെ അവരുടെ മനസ്സിന്റെ വലിപ്പമായിരിക്കും. ഞങ്ങൾക്ക് സംഭവിച്ച ഈ അവസ്ഥ നിങ്ങൾക്ക് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും? ഒരിക്കലും ഇല്ല. ചിലപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചായിരിക്കും നാളെ നിങ്ങൾക്ക് സംഭവിക്കുക. അത് പല രീതിയിലായിരിക്കും, പല വിധത്തിലായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ദൈവത്തിനോട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി മറ്റൊരാൾക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ആളുകളുടെ മനസ്സുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സ് സമ്മതിച്ചു കേട്ടോ. എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളത് വിവരം അറിയിക്കണം. ഇയാള് തട്ടിപ്പ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇയാളൊരു വലിയ തട്ടിപ്പ് വീരനാണ്. ഇവനെ നമുക്ക് കണ്ടെത്തണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം.